ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവം തെരഞ്ഞെടുത്തവരുടെ വില എന്നതിനെക്കുറിച്ചാണ്. ഈ ലോകത്തിൽ ഓരോ മനുഷ്യരുടെയും ജീവിതം ഒരു പടി കൂടി കൂടുതൽ പ്രകാശിക്കാൻ, ഒരു പടി കൂടി കൂടുതൽ സമാധാനമുള്ളതാകാൻ, അല്പം കൂടി സമൃദ്ധി ഉള്ളതാകാൻ ദൈവം ഈ ലോകത്തിന് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന വലിയ വരദാനങ്ങളാണ് ദൈവം തെരഞ്ഞെടുത്ത് നിയമിച്ചാക്കിയ ഓരോ ദൈവദാസന്മാരും ദൈവത്തിൻ്റെ ശുശ്രൂഷകരും. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രഭാഷകന്റെ ഗ്രന്ഥം 48:11 ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. വചനം നേറ്റ് പറയാം: നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു അനുഭവം ഒരു കുടുംബം പങ്കുവെച്ചു. ദൈവം അവരുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത ദൈവദാസന്മാരുടെ അടുത്തേക്ക് അവർ ആ പ്രശ്നവുമായി വന്നു. ദൈവം എങ്ങനെ ഇടപെട്ടു എന്നാണ് അവരുടെ അനുഭവം നമ്മളോട് വെളിപ്പെടുത്തുന്നത്. നമുക്കത് ശ്രദ്ധിക്കാം. എന്റെ പേര് മേരി, ഞാൻ കല്ലുരുട്ടിയിൽ നിന്ന് വരുന്നു. എവിടുന്നാ? കല്ലുരുട്ടിയിൽ നിന്ന്. കല്ലുരുട്ടി കോഴിക്കോട് ജില്ലയിലാണ്. പറയൂ. എൻ്റെ മോന് സാക്ഷ്യം പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മോന് സാക്ഷ്യം പുറത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. 5-8 മാസമായി. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ മോന് കുബൈത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മോന് 2-3 വർഷമായി മോനെ കാണാതായിട്ട്. മോനെ ഒരു വിവരവും ഇല്ല. മോൻ എവിടെയാണെന്ന് യാതൊരു തുമ്പും തുരാലും ഇല്ലാതായിട്ട് 3-4 വർഷമായി. എന്നിട്ട് ചെകിയോന് വന്ന് ആദ്യ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിലിരുന്ന് അന്നേരം വട്ടായിയച്ഛൻ പറഞ്ഞു, പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മോന് പെട്ടെന്ന് ആഴ്ച തന്നെ മോനെ വിളിക്കും. ഒരാഴ്ചക്കുള്ളിൽ മോനെ തിരിച്ചു കിട്ടാൻ തക്ക അല്ലേ വിളിക്കുകയും ചെയ്തു. മോൻ പൈസയൊക്കെ അയക്കുകയും ചെയ്തു. മോൻ ഫോൺ ചെയ്തെന്ന് മാത്രമല്ല, ഈ 3-4 വർഷമായിട്ട് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടെന്ന് അറിയാൻ തുമ്പും തുരാലില്ലാതെ ഈ ബഹിരാകാശ പേടകം ചിലത് കണക്ഷൻ വിട്ട് പോണ പോലെ പോയിരിക്കുകയായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മോന് ഈ അമ്മ വന്ന് ഹൃദയം നുറുങ്ങി അട്ടപ്പാടിയിൽ യേശുവേ എന്ന് വിളിച്ചൊരു, അപ്പോൾ ചേച്ചി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തെ വിളിച്ചാൽ മതി, ദൈവം ഇറങ്ങി വരുമെന്ന്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം ഉണ്ടെന്ന് പറഞ്ഞപ്പം അമ്മച്ചി അത് വിശ്വസിച്ച്, എന്നിട്ട് ഹൃദയം തുടങ്ങി യേശുവേ എന്നൊറ്റ വിളിയാണ്. ആ വിളിയിൽ ദൈവം അങ്ങോട്ട് ഉത്തരം കൊടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ 4 വർഷമായുള്ള കുഴഞ്ഞ വിഷയത്തിൽ ഉത്തരവുണ്ടായി. മോൻ വിളിച്ചു എന്ന് മാത്രമല്ല, തുരുതുരാന്ന് പിന്നാലെ ശമ്പളം അയക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മോന് മൂടപ്പെട്ട ബുദ്ധി മാറി ഒരു തെളിഞ്ഞ ബുദ്ധി കൊടുത്ത്. എന്തോ ഒരു മൂടൽ ബാധിച്ചിരിക്കുകയായിരുന്നോ, അതങ്ങോട്ട് മാറി തെളിഞ്ഞ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വലിയ രഹസ്യം, ദൈവം തെരഞ്ഞെടുത്ത ആ തെരഞ്ഞെടുപ്പിൻ്റെ വില അത് ഗ്രഹിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം വ്യാപരിക്കണം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അട്ടപ്പാടിയിൽ താവളം സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കും, അതേപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരു വലിയ ധ്യാനം കൂടി അനുഭവം കർത്താവ് നൽകാൻ തിരുവള്ളമായിരിക്കുന്ന സമയമാണിത്. ഏതെങ്കിലും കുട്ടികൾ ശുശ്രൂഷയ്ക്ക് എത്തിയില്ലെങ്കിൽ മാതാപിതാക്കന്മാർ പെട്ടെന്ന് കുട്ടികളെ കൂടെ ആ കൂട്ടായ്മയിലേക്ക് ചേർത്ത് നിർത്തുക. അതാ ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: പരിശുദ്ധാത്മാവായ ദൈവമേ, ഇപ്പോൾ തന്നെ ജ്ഞാനത്തിന്റെ അഭിഷേകം തുറക്കണമേ. കുടുംബങ്ങളിൽ കുടികൊള്ളുന്ന എല്ലാ ശിഥിലീകരണ ശക്തികളെയും പരിശുദ്ധാത്മാവേ ഇപ്പോൾ ആട്ടിപ്പായിക്കണമേ. അത്ഭുത ശക്തിയായി നിറയണമേ. ശരീരത്തിലെ ക്ഷീണങ്ങൾ മാറട്ടെ. മനസ്സിന്റെ ഭാരങ്ങൾ നീങ്ങട്ടെ. ശരീര രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന എല്ലാവരും സ്തുതിക്കുന്നു. ഓ രാജാവേ,
പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ ആരാധിക്കുകയും ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ആരാധന ആരാധന ആരാധന. ഗ്ലോറി 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 ഗ്ലോറി. അഗ്നിയായി നിറയണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയായി നിറയണമേ. പാപത്തി ശക്തിമേനി അഗ്നിയയക്കൂ, രോഗത്തി ശക്തിമേനി അഗ്നിയയക്കൂ, തകച്ചത ശക്തിമേനി അഗ്നിയയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. ദാഹിച്ച് ദാഹിച്ച് ശക്തിമേനി അഗ്നിയയക്കൂ, കരങ്ങളടിച്ച് ശക്തിമേനി അഗ്നിയയക്കൂ, ഉണർവോടെ ശക്തിമേനി അഗ്നിയയക്കൂ, പരിശുദ്ധാത്മാവേ ദൈവമേ അഗ്നിയയക്കൂ, ശക്തിയോടെ കൈയടിച്ച് അരൂപിയേ അഗ്നിയായി നിറയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തി ശക്തിമേനി അഗ്നിയയക്കൂ, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ശക്തിമേനി അഗ്നിയയക്കൂ, പാടാത്തവരും പാടി പ്രാർത്ഥിക്കുന്നു. അഗ്നിയയക്കൂ, പരിശുദ്ധാത്മാവേ ദൈവമേ അഗ്നിയയക്കൂ, ആവർത്തിച്ച് ശക്തിമേനി അഗ്നിയയക്കൂ, ഒരുമിച്ച് ശക്തിമേനി അഗ്നിയയക്കൂ, വിശ്വാസത്തോടെ ശക്തിമേനി അഗ്നിയയക്കൂ, ഗ്ലോറി ഗ്ലോറി. ദൈവമേ അഗ്നിയയക്കൂ, അല്പം കൂടെ ശക്തിയോടെ ശക്തിമേനി അഗ്നിയയക്കൂ, ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. ശക്തിമേനി അഗ്നിയയക്കൂ, അന്ധകാരങ്ങൾ തകരട്ടെ, ശക്തിമേനി അഗ്നിയയക്കൂ, കോട്ടകൾ തകരട്ടെ. ദൈവമേ അഗ്നിയയക്കൂ, പവർ പവർ ശക്തിമേനി അഗ്നിയയക്കൂ, ശക്തിയോടെ കൈയടിച്ച് ശക്തിമേനി അഗ്നിയയക്കൂ, ഗ്ലോറി ഗ്ലോറി. ശക്തിമേനി അഗ്നിയയക്കൂ, പരിശുദ്ധാത്മാവേ ദൈവമേ അഗ്നിയയക്കൂ, കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവമേ അഗ്നിയയക്കൂ, ഒരുമിച്ച് ദൈവമേ ആരാധന 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 ദൈവമേ ആരാധന 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 ആരാധന. കൈകൾ വീശി ഇരു കരങ്ങളും വീശി സമൂഹത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. എല്ലാവരും സ്തുതിക്കുന്നു, മനസ്സ് തുറന്ന് സ്തുതിക്കുന്നു. ഓ ക്ഷീണങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. അതരം തുറന്ന് സ്തുതിക്കുക. മണ്ണിപ്പ് മാറിപ്പോവട്ടെ, എല്ലാ മരവും വിട്ടുപോകട്ടെ, എല്ലാ നിരാശകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, എല്ലാ അന്ധകാരങ്ങളും തകരട്ടെ, മന്ദത മാറിപ്പോകട്ടെ, ദൈവവചനത്തോട് മല്ലടിക്കുന്ന അരൂപികൾ വിട്ടുമാറിപ്പോകട്ടെ, വ്യാധികൾ ഒഴിഞ്ഞു പോകട്ടെ, തീരാവ്യാധികൾ വിട്ടുപോകട്ടെ, കുടുംബ കലഹങ്ങൾ മാറിപ്പോകട്ടെ, വൈരാഗ്യം വെറുപ്പും വിട്ടുപോകട്ടെ, അവിശ്വാസം മാറട്ടെ, പരിശുദ്ധാത്മ അഭിഷേകം നിറയട്ടെ, കൃപാവരങ്ങൾ നിറയട്ടെ, സ്നേഹം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ, ആനന്ദം നിറയട്ടെ, യേശുവിന്റെ ആത്മാവ് നിറയട്ടെ, യേശുവിന്റെ വചനം നിറയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന. പരിശുദ്ധാത്മാവേ 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 ആരാധന ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. അഗ്നിയായി നിറയണമേ. അഗ്നിയായി നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതത്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതത്തിൽ വചനം പഠിപ്പിക്കുകയാണ്. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. ദൈവം തെരഞ്ഞെടുത്ത ഒരു ദൈവദാസനെക്കുറിച്ച് പ്രതിപാദിച്ച് അതിൻ്റെ സമാപനത്തിൽ മകുടമായി വെച്ചിരിക്കുന്ന വചനമാണ് 48:11. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ കണ്ടവരും നിന്റെ പ്രീതിക്ക് പാത്രമായവരും
അനുഗ്രഹീതർ, അവർ ജീവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ലോക ജീവിതവും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ബ്ലസ്സഡായ ഒരു ജീവിതമാകാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാകാൻ ഈ ഭൂമിയിൽ ദൈവം ഉയർത്തിയിരിക്കുന്ന വലിയ വരദാനങ്ങളാണ്, വലിയ വലിയ ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനമാണ് ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവത്തിൻ്റെ ശുശ്രൂഷകരും ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്ന സിസ്റ്റേഴ്സും അവരെല്ലാവരും. ഹല്ലേലൂയ. ഒരു വൈദികൻ നമ്മുടെ ഇടവകയിൽ വരുമ്പോൾ, ഒരു സിസ്റ്റർ നമ്മുടെ ദേശത്ത് പ്രവർത്തിക്കുമ്പോൾ, അത് ആ ദേശത്തിൻ്റെ ബ്ലെസ്സിങ് ആണ്, ആ കുടുംബങ്ങളുടെയും ദേശത്തിൻ്റെ അനുഗ്രഹമാണത്. എന്നാൽ സാത്താൻ വളരെ കൗശലപൂർവം ഈ ഒരു കാര്യം നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ച് വൈദികരോടും സിസ്റ്റേഴ്സിനോടും നമുക്ക് ഒരു അകൽച്ച തോന്നിക്കും. എന്താണ് അതിൻ്റെ കാരണം? കാരണം ഇതാണ്: ഈ വൈദികർക്കെതിരെ ഞാൻ അങ്ങോട്ട് കുറേ സംസാരിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ സിസ്റ്റേഴ്സിനെതിരെ നമ്മൾ കുറേ അങ്ങോട്ട് മറുത്ത് പറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ അവരോട് എതിർക്കുന്ന ഒരു മനസ്സാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നതെങ്കിൽ അവർ നമുക്ക് വേണ്ടി ചൊരിയുന്ന പ്രാർത്ഥനകൾ, അവർ നമുക്ക് വേണ്ടി തരുന്ന അനുഗ്രഹങ്ങൾ നമ്മളിൽ കുടികൊള്ളുകയില്ല. യേശു പറഞ്ഞു, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കാൻ വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ എല്ലാ കണ്ണുനീരും കഷ്ടപ്പാടും തടസ്സങ്ങളും രോഗങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഒരു ദൈവദാസനെ കർത്താവ് ഭൂമിയിൽ ഉയർത്തിയിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. ആ ദൈവദാസൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ദൈവദാസനെ കാണാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ദൈവദാസനെ കുറിച്ച് കുറേ കുറ്റങ്ങളും ദുഷിവാക്കുകളും പറഞ്ഞാൽ, പിന്നെ ആ ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമായി തീരണം എന്ന് നിർബന്ധമില്ല. ആ കുറ്റം പറഞ്ഞു, അദ്ദേഹത്തെ ദുഷിച്ചു എന്നൊരൊറ്റ കാരണത്താൽ നാം ദുഷിക്കപ്പെടും, നാം കുറ്റം വിധിക്കപ്പെടും, നാം ശപിക്കപ്പെടും. ഇത് അബ്രാഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ദൈവം വെളിപ്പെടുത്തിയിട്ടൊരു കാര്യമാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടവരായി മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തിരഞ്ഞെടുത്ത ഒരു ആ വ്യക്തിയുടെ കരങ്ങളിലൂടെ ഒഴുകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ദേശത്തും അത് വലിയ ഒരു ബ്ലെസ്സിങ് ആയി മാറണമെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റിയ, അതിനെ അംഗീകരിക്കുന്ന ഒരു ഹൃദയം, അതിനെ അംഗീകരിക്കുന്ന ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നതാണ് സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തവരിലൂടെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്നത് എന്ന് ഒന്ന് രണ്ട് സംഭവങ്ങളിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറപ്പാടിൻ്റെ ഗ്രന്ഥത്തിലേക്ക് ആദ്യം നമുക്ക് പോകാം. പുറപ്പാടിൻ്റെ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് മോശ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. ഈ മോശയെക്കുറിച്ച്, മോശയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 45-ാം അധ്യായത്തിൽ 1-2 തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി, അവൻ ജനത്തിന് സുസമ്മതനായി, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി തീർന്നു. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ദൈവദൂതന്മാർക്ക് സമനാക്കിയ ഈ മോശ ജീവിച്ചിരുന്ന കാലത്ത് ജനങ്ങളുടെ ഇടയിലായിരിക്കുമ്പോൾ, സംഖ്യയുടെ പുസ്തകം 15-ാം അധ്യായവും 16-ാം അധ്യായമൊക്കെ കാണാൻ സാധിക്കും, എല്ലാവരും മോശനെ എതിർക്കുന്നു, എല്ലാവരും മോശയ്ക്കെതിരെ കുറ്റം പറയുന്നു. എല്ലാവരും, അതായത് പ്രസിദ്ധരായ 250 നേതാക്കന്മാരും ദാത്താൻ, അബീറാം, കോറഹ് തുടങ്ങിയ വലിയ ലീഡേഴ്സും എല്ലാം ചേർന്ന് ജനത്തെ മുഴുവൻ പാട്ടിലാക്കി. ഓരോ വീടിൻ്റെയും മുൻവശത്തിരുന്ന് മോശയെ അവർ ദുഷിച്ചു പറഞ്ഞു. മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് ദൈവം സമനാക്കി മാറ്റിയ വ്യക്തിയായിരുന്നു മോശയെങ്കിലും സാത്താൻ കൗശലപൂർവ്വം ജനത്തിൻ്റെ ആന്തരിക നേത്രങ്ങൾ അടച്ചു കളഞ്ഞ്, അതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. എപ്പോഴും മുറുമുറുപ്പ്, എപ്പോഴും പിറുപിറുപ്പ്, എപ്പോഴും ദുഷിവാക്ക്, എപ്പോഴും എതിർപ്പ്. പ്രിയപ്പെട്ട സഹോദരി, ഇത് തന്നെയല്ലേ ഇന്ന് ഒരു വൈദികനോട് നമ്മുടെ മനസ്സിലും തോന്നുന്നത്?
ഇത് തന്നെയല്ലേ ഒരു സിസ്റ്ററിനോട് നമ്മുടെ മനസ്സിലും തോന്നുന്നത്? ഓരോ ഇടവകളിലും, ഓരോ രാജ്യങ്ങളിലും, ഓരോ ജില്ലകളിലും, ഓരോ പഞ്ചായത്തിലും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് പേർക്ക് ഒരു എതിർപ്പ്, പ്രത്യേകിച്ച് കാരണം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. പ്രിയപ്പെട്ട സഹോദരൻ, എന്തായാലും കാണുന്ന പ്രതിഭാസം എന്താ? ഒരു എതിർപ്പ്, ഒരു മുറുമുറുപ്പ്. അതിൻ്റെ പിന്നിൽ കിടക്കുന്ന സാത്താൻ്റെ കൗശലം ഇതാണ്: ഈ വൈദികനിലൂടെ, ഈ സിസ്റ്ററിലൂടെ ഈ കുടുംബം അനുഗ്രഹം പ്രാപിക്കരുത്, ഈ ഇടവക അനുഗ്രഹം പ്രാപിക്കരുത്, ഈ ദേശം അനുഗ്രഹം പ്രാപിക്കരുത്. അത് തന്നെ സാത്താൻ്റെ ഉദ്ദേശം. Praise the Lord. Praise the Lord. കാരണം നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ ആ അച്ഛനിലൂടെ വലിയ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് വരും. നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ ആ സിസ്റ്ററിലൂടെ വലിയ അനുഗ്രഹം കുടുംബത്തിലേക്ക് വരും. അതുകൊണ്ട് നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും മനസ്സുകൊണ്ട് അംഗീകരിക്കാതിരിക്കാൻ തക്കവണ്ണം അതിൻ്റെതായ അന്തരീക്ഷം സാത്താൻ കൗശലപൂർവ്വം ഉയർത്തും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ ദൈവം ഉയർത്തിയ യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് ദൈവം ഉയർത്തിയ ഈ മോശയുടെ വില നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്. അമലേക്യർ റിഫിദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തെരഞ്ഞെടുത്ത് അമലേക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്യരുമായി യുദ്ധം ചെയ്തു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. ശ്രദ്ധിക്കുക, ആ ഇസ്രായേലിൽ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം കൂടി മലമുകളിൽ കയറി കൈ ഉയർത്തി പിടിച്ച് എന്തായിരിക്കും സ്ഥിതി നമുക്കറിയാൻ പാടില്ല. എന്നാൽ ദൈവം തെരഞ്ഞെടുത്ത മോശപ്രവാചകൻ കൈകൾ ഉയർത്തിയപ്പോൾ ഇതാ ഇസ്രായേൽക്കാരുടെ എല്ലാ ചുവടുവെപ്പുകളും വിജയത്തിലേക്ക്. ഇസ്രായേൽക്കാർ ചെയ്യുന്ന എല്ലാം അനുഗ്രഹമായി മാറുന്നു. ഇസ്രായേൽക്കാർ ചെയ്യുന്ന എല്ലാം അഭിവൃദ്ധിയായി മാറുന്നു. ഇസ്രായേൽക്കാർ ചെയ്യുന്ന എല്ലാം ഉയർച്ചയായി മാറുന്നു. എന്നാൽ മോശയുടെ കരങ്ങൾ താഴ്ന്നപ്പോൾ ഇസ്രായേൽക്കാർ തലകുത്തി മറിഞ്ഞിട്ടും അവരവരുടെ സർവ്വ സാമർഥ്യം എടുത്ത് വീറോടെ പൊരുതിയിട്ടും എവിടെ എത്തുന്നില്ല. നന്നായിട്ട് ഓയിലും കൊണ്ട് പൊതിഞ്ഞ് മിനുസപ്പെടുത്തിയ ഒരു മരത്തിലേക്ക്, ഒരു കൊടിമരത്തിലേക്കോ ഒരു കമുകൻ മരത്തിലേക്കോ മരം കയറി ഉദ്യമിക്കുന്നത് പോലെയായിരുന്നു അവരുടെ ഓരോ പരിശ്രമങ്ങളും. കയറുന്നതനുസരിച്ച് എല്ലാം താഴത്തേക്ക് ഊർന്നു പോരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, തെരഞ്ഞെടുത്ത ഒരാൾ വെറുതെ കൈ ഉയർത്തിപ്പിടിച്ചതേ ഉള്ളൂ. ജനം മുഴുവനും വിജയത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിലേക്ക്, സമൃദ്ധിയിലേക്ക്, സന്തോഷത്തിലേക്ക്, വിജയത്തിലേക്ക്. ഹല്ലേലൂയ. ഇതാണ് ദൈവം തെരഞ്ഞെടുത്തതിൻ്റെ വില. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക്, അദ്ദേഹത്തിൻ്റെ കൈ, അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ്, അദ്ദേഹത്തിൻ്റെ ആശീർവാദം, അതിന് വലിയ വില ദൈവത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ട്രീസ എബ്രഹാം. ഞാൻ ലിറ്റിൽ ഫ്ലവർ ചർച്ച് കരിമ്പ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേരൻസ് ഇവിടെ സെയ്യോൻ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷകരാണ്. അവർ കഴിഞ്ഞ വർഷം അവിടെ ഒരു സാക്ഷ്യം കേട്ടിരുന്നു. 12 പ്രാവശ്യം നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് കോളേജിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതാ പരീക്ഷ അറ്റംപ്റ്റ് ചെയ്തിട്ട് കിട്ടാത്ത ഒരാൾ 13ാമത്തെ പ്രാവശ്യം അവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് എഴുതിയപ്പോൾ അത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ക്ലിയർ ചെയ്യുകയും ചെയ്തു. അതുപോലെ ഞാൻ MA പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ പപ്പ പറഞ്ഞു അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പോയി എക്സാം എഴുതാൻ. അതേപോലെ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് സെഹിയോനിൽ വന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് സിസ്റ്റേഴ്സിനോടും അച്ഛന്മാരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്ത് എലിജിബിലിറ്റി എക്സാം എഴുതി. പക്ഷേ എനിക്ക് അത്രയ്ക്ക് എളുപ്പമല്ലായിരുന്നു. എക്സാം കഴിഞ്ഞ് ഞാനിവിടെ വന്നപ്പോൾ വട്ടാലച്ചനെ കണ്ടു. അപ്പോൾ വട്ടാലച്ചൻ എന്നോട് പറഞ്ഞു, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ലോകത്തിൻ്റെയും രാജാവിൻ്റെ മക്കളാണ്. നമുക്ക് ഒരിക്കലും ദൈവം കുറവ് കാണിക്കില്ല, നമുക്ക് നല്ലതേ വരുമെന്ന്. അപ്പോൾ വട്ടാരച്ചൻ എന്നോട് പറഞ്ഞു, ഇത് കിട്ടും മോളെ, കിട്ടും. സാജോച്ചനെ കണ്ടപ്പോൾ സാജോച്ചൻ പറഞ്ഞു, ഇത് നിനക്ക് കിട്ടിയിരിക്കുന്നു, നീ പുസ്തകം ഇനി തൊടുകയേ വേണ്ട, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിന് വേണ്ടി ഇനി പഠിക്കുകയേ വേണ്ട. അതുപോലെ തന്നെ ജൂൺ 24-ാം തീയതി ആയിരുന്നു എൻ്റെ എക്സാം. ഈ ട്യൂസ്ഡേ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഇപ്പം തന്നെ MA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലിയർ ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കുക, ആ കുട്ടിയുടെ ജീവിതത്തിൽ സിസ്റ്റേഴ്സിനോട് സംസാരിച്ചു, അതിന് വിലയുണ്ടായി.
ആ കുട്ടി മനസ്സുകൊണ്ട് സിസ്റ്റേഴ്സിനെ അംഗീകരിച്ചു. ഒരുപാട് പഠിപ്പും ഒരുപാട് റിസൾട്ട്, നല്ല റാങ്ക്, നല്ല ലെവലിൽ നിൽക്കുന്ന കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി മനസ്സുകൊണ്ട് ലോകത്തുള്ള സിസ്റ്റർമാരെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി അംഗീകരിച്ച്, വൈദികരെ അവർ അംഗീകരിച്ച്, അപ്പോൾ അതനുസരിച്ച് പറഞ്ഞ ഓരോ വാക്കും അനുഗ്രഹമായി ആ കുട്ടിയുടെ ജീവിതത്തിൽ കർത്താവ് രൂപാന്തരപ്പെടുത്തി. ഇതാണ് ദൈവം തിരഞ്ഞെടുത്ത ഒരാൾ നമുക്ക് വേണ്ടി പറയാൻ, നമുക്ക് വേണ്ടി കൈ ഉയർത്താൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ, നമുക്ക് വേണ്ടി ലോകത്തിലുള്ളത് വലിയ വലിയ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു വരദാനമാണ്. ജെറമിയായുടെ പുസ്തകം 23-ാം അധ്യായം അതിൽ 4-ാം വാക്യം, അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും, ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല, ഒന്നും കാണാതെ പോവുകയുമില്ല, കർത്താവ് അരുളി ചെയ്യുന്നു. നോക്കുക, ജനം വേവലാതിപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ് ദൈവം തെരഞ്ഞെടുത്ത ഇടയന്മാരെ ആ ജനത്തിൻ്റെ ഇടയിലേക്ക് അയക്കുക എന്നുള്ളത്. ആ ഇടയന്മാർക്ക് ജനത്തിൻ്റെ വേവലാതി മാറ്റാനുള്ള അധികാരം കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയായുടെ പുസ്തകത്തിൽ സമാനമായ മറ്റൊരു പ്രബോധനം നമ്മൾ കാണുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുലിഖിതം, ഞാൻ നിനക്ക് വേണ്ടി കാവൽക്കാരെ നിയമിച്ചു, കാഹളത്തിന് ചെവി ഓർക്കുക എന്ന് പറയുകയും ചെയ്തു. അപ്പം നമുക്ക് വേണ്ടി ഇടയന്മാരെ നിയമിക്കുന്നൊരു കർത്താവ്, നമുക്ക് വേണ്ടി കാവൽക്കാരെ നിയോഗിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി ഭരണാധികാരികളെ സ്ഥാപിക്കുന്ന കർത്താവ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 17-ാമത്തെ തിരുലിഖിതം വചനത്തിൽ പഠിപ്പിക്കുകയാണ്, ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി, ഓരോ രൂപതയ്ക്കും അവിടുന്ന് തിരുസഭാധികാരികളെ നൽകി, ഓരോ ഇടവകയ്ക്കും അവിടുന്ന് വൈദികരെ നൽകി, ഓരോ പ്രദേശത്തും അവിടുന്ന് ശുശ്രൂഷകരെ നിയമിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക്, സന്തോഷത്തിലേക്ക്, വിജയത്തിലേക്ക്, ഉയർച്ചയിലേക്ക്, നന്മയിലേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കൗശലക്കാരനായ സാത്താനാകട്ടെ നമ്മുടെ ഹൃദയം കൊണ്ട് ഇവരെ അംഗീകരിക്കാത്ത വിധം നമ്മുടെ ഹൃദയത്തെ മൂടപ്പെട്ട ഹൃദയമാക്കി, അന്ധകാരാവൃത ഹൃദയമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ ആ വീടിന് സമാധാനം ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ കുടികൊള്ളും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അയച്ചിരിക്കുന്ന അങ്ങയുടെ ദാസൻ ഒരുപക്ഷെ സംസാര പാഠവുമില്ലാത്തവനായിരിക്കാം, മോശയെപ്പോലെ, അതുമല്ലെങ്കിൽ നേതൃത്വ പാഠവുമില്ലാത്തവനായിരിക്കാം, അല്ലെങ്കിൽ ജെറമിയെ പോലെ ബാലനായിരിക്കാം, അതുമല്ലെങ്കിൽ ഗിദെയോനെ പോലെ ഒരു ഭീരുവായ അവസ്ഥയിലായിരിക്കാം. എന്തുമാകട്ടെ, അവിടുന്ന് തെരഞ്ഞെടുത്ത ആരാണോ അവിടുന്ന് തെരഞ്ഞെടുത്ത ആ വ്യക്തിയെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ ദേശത്തിനും അനുഗ്രഹമാകാൻ ഇടപെടണമേ കർത്താവേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. പരിശുദ്ധാത്മാവാണ് ജ്ഞാനം നൽകുന്നത്, പരിശുദ്ധാത്മാവാണ് അറിവ് നൽകുന്നത്, പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തൽ നൽകുന്നത്. 2 കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ, തെളിവ് നൽകണമേ, വെളിവ് നൽകണമേ, ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ, വെളിപാടുകൾ നൽകണമേ, അരുളപ്പാടുകൾ നൽകണമേ, തിരിച്ചറിവ് നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, 2 കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരണമേ പരിശുദ്ധാത്മാ, സ്പർശിക്കണമേ പരിശുദ്ധാത്മാ. ആരാധന, ആരാധന, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, തിരുസഭയിൽ നിന്ന് അകന്നുപോയ ഹൃദയങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, എല്ലാവരുടെ ഹൃദയങ്ങളും നല്ല ഹൃദയങ്ങളാണ്. എന്നാൽ കാലാകാലങ്ങളിൽ
സാത്താൻ്റെ കൗശലത്താൽ ചിലരുടെ ഹൃദയങ്ങൾ വൈദികരിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്, കുർബാനയിൽ നിന്ന് കുമ്പസാരത്തിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്, പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്, ദേവാലയത്തിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവേ സ്പർശിക്കണമേ, പരിശുദ്ധാത്മാവ് എല്ലാ പീഡകളിൽ നിന്ന് വിടുവിക്കണമേ. പരിശുദ്ധാത്മാവേ മുള്ളുകളിലെ മുൾച്ചെടികളുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ, മുറിവുകൾ വെച്ച് കെട്ടണമേ, താലോലിച്ച് ആനയിക്കണമേ. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ആരാധന. അനേകരെ പരിശുദ്ധാത്മാവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു, വലിയ രോഗശാന്തികൾ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നു, വലിയ വിടുതലുകൾ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നു, കുടുംബങ്ങളിൽ അന്ധകാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. ഓ ഹീലിംഗ്, സൗഖ്യം നിറയട്ടെ, മനസ്സുകൾ ആനന്ദം പ്രാപിക്കട്ടെ. ആരാധന 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 ആരാധന. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആരാധന യേശുവേ, ആരാധന ഓസ്തിരൂപനേ, ആത്മാവിലലിയുന്ന സ്നേഹമേ, ഏകിടാം ആരാധന ആരാധന ആരാധന. ആത്മാർത്ഥമായുള്ളൊരാരാധന ആരാധന ആരാധന. കാരുണ്യനാഥനിന്നാരാധന. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. 107-ാം സങ്കീർത്തനത്തിൽ 7 മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള വചനങ്ങളിലെല്ലാം കഷ്ടതയിൽ അകപ്പെട്ട ദൈവജനം നിലവിളിച്ചപ്പോൾ അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ രക്ഷിച്ചതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. യേശുവിനെ നാമം ഉറക്കെ വിളിക്കണം. യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുത വിജയമുണ്ട്. എല്ലാവരും കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്ന് ഉറക്കെ വിളിക്കട്ടെ. യേശുവേ യേശുവേ എല്ലാവരും വിളിക്കുന്നു. യേശുവേ യേശുവേ യേശുവേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു. യേശുവേ